ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഒരു ഫ്രൈഡേ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ ഒരു ഫുൾ ഡേ ഡോക്യുമെൻ്റ് ചെയ്യാമെന്ന്. കൂടുതലും ഞാൻ ഹോസ്പിറ്റൽ എൻ്റെ ഡ്യൂട്ടി കാര്യങ്ങളൊന്നും കാണിക്കാൻ നിൽക്കുന്നില്ല, കാരണം ഞാൻ കുറേ തവണ ഞാൻ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. പക്ഷേ ഇന്ന് ഈവനിങ് ഇപ്പം ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ ഇന്ന് ചിലപ്പോൾ പുറത്ത് പോകും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെല്ലാം ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ ഇൻ കേസ് എനിക്കിപ്പം ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഇൻ കേസ് ഇപ്പം ഞാൻ കംപ്ലീറ്റ് ചെയ്യുവാണെങ്കിൽ എനിക്ക് പറ്റാവുന്ന അത്രയും ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്യും കേട്ടോ. അപ്പം എന്തായാലും നമുക്ക് വീഡിയോയിലോട്ടേക്ക് സ്റ്റാർട്ട് ചെയ്യാം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. കോഫി ഇതെന്താണെന്നറിയോ? ഇതാണ് ഇൻഫെക്ഷ്യസ് പേഷ്യൻസിന് നമ്മളിടുന്ന ഡോം. ഇനിയിപ്പോൾ എൻ്റെ നെക്സ്റ്റ് പേഷ്യൻ്റ്, ഇപ്പം ഞാൻ 3 പേഷ്യൻ്റ് എക്കോ ചെയ്ത് കഴിഞ്ഞു. ഇതെൻ്റെ ലാസ്റ്റത്തെ പേഷ്യൻ്റാണ്. അത് ഇൻഫെക്ഷ്യസ് പേഷ്യൻ്റ് ആണെന്ന് വെച്ചാൽ പേഷ്യൻറ്റിന് MRSA ഉണ്ട്. ഇവിടെ MRSA എന്ന് വെച്ചാൽ MRSA എന്ന് പറഞ്ഞാൽ അത് ബാക്ടീരിയൽ കോസിങ് ഡിസീസാണ്. അപ്പോൾ ആ പേഷ്യൻസിന് ഇൻഫെക്ഷൻ ചില എന്തെങ്കിലും മുറിവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ആ ബാക്ടീരിയ ഉള്ള പേഷ്യൻസിൽ നിന്ന് വൂണ്ട് വഴി കയറാം. അപ്പം നമ്മൾക്ക് സ്കിൻ ടു സ്കിൻ കോണ്ടാക്റ്റ് വരുന്ന സമയത്തെല്ലാം നമുക്കത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഡ്രസ്സ് ഇട്ടിട്ടാണ് നമ്മൾ എക്കോ ചെയ്യുന്നത്. ഫുൾ കവേർഡായിട്ട് മാസ്ക് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ആ പേഷ്യൻസിനെ എക്കോ ചെയ്യുന്നത്. അതുപോലെ തന്നെ അതൊരു ബാക്ടീരിയൽ ഇൻഫെക്ഷനാണ്. അപ്പം നമ്മൾ എപ്പോഴും ആ പേഷ്യൻ്റ് വരുന്ന സമയത്ത് നമ്മൾ ഈ ഗൗണ് എടുത്തിടും. നോർമലി ഇത് ഇങ്ങനെ ഇടേണ്ട ഗൗണാണ് നമ്മൾ. പക്ഷേ എക്കോ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഇരുന്നിട്ടാണല്ലോ എക്കോ ചെയ്യുന്നത്. അപ്പം ബാക്കിൽ ആണല്ലോ ഈ ടൈ വരുന്നുള്ളത്. അപ്പം നമ്മൾ കോണ്ടാക്റ്റ് വരൂലേ, അതുകൊണ്ട് എക്കോ സ്റ്റാഫ് മാത്രം ഈ ഗൗണ് തിരിച്ചിടും. അതാകുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പം എൻ്റെ അടുത്ത പേഷ്യൻ്റ് ഇപ്പം എത്തും. അപ്പോഴത്തേക്ക് ഞാനൊന്ന് സെറ്റാട്ടെ. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഓക്കെ, എന്നിട്ട് നമ്മളൊരു ക്യാപ്പ് കൂടി വെക്കും. സോ നിങ്ങൾ ഫുൾ സെക്യൂർഡായിട്ട് ഇരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ്. എന്നിട്ട് നമ്മൾ മാസ്ക് ഇടുക പേഷ്യൻ്റ് വരുമ്പോൾ എക്കോ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ത്രോ ചെയ്യും. അത്ര തന്നെ. ഇതെന്താണെന്ന് അറിയോ? ഞാൻ കുറച്ച് സാധനം കാണിച്ചു തരാം. ഇതാണ് ECG ലീഡ്സ്. ECG ലീഡ്സ് എന്ന് പറയുമ്പോൾ ECG ഇപ്പം നമുക്കിപ്പം എന്തെങ്കിലും ഹാർട്ട് ഡിസീസ് ആയിട്ട് വന്നാലോ അല്ലെങ്കിൽ ഇപ്പം ചെസ്റ്റ് പെയിൻ ആയിട്ട് വന്നാലോ നിങ്ങൾ ആദ്യം ഇപ്പം ചെയ്യുന്നത് ECG ആയിരിക്കും. അതായത് പിന്നെ ഈ ലീഡ്സൊക്കെ സ്റ്റിക്ക് ചെയ്തിട്ട് നമ്മൾ ECG ലീഡ് കേബിൾ വെച്ച് കണക്ട് ചെയ്തിട്ട് നമ്മൾ നിങ്ങളുടെ ഹാർട്ടിൻ്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഹാർട്ടിൻ്റെ റിതം നോർമലാണോ അബ്നോർമലാണോ, ഇൻ കേസ് നിങ്ങൾക്കിപ്പോൾ അറ്റാക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് വേരിയേഷൻസ് കാണിക്കുന്നത് ECGയിലാണ്. അപ്പം ഇതിൻ്റെ ഉള്ളിൽ ലീഡ്സ് ഉണ്ട്. അപ്പം അത് നമ്മളിവിടെ സ്റ്റിക്ക് ചെയ്തിട്ടാണ് നമ്മൾ ECG എടുക്കുക. ഇതാണ് ജെൽ, എക്കോൻ്റെ ജെല്ലാണിത്. ഇത് എന്ന് വെച്ചാൽ ഭയങ്കര തണുപ്പുള്ള സാധനമായിരിക്കും. ഓൾറെഡി നമുക്കിവിടെ AC കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പേഷ്യൻസിനെ നമ്മൾ ഇത് പുരട്ടിയിട്ട് എക്കോ ചെയ്യുന്ന സമയത്ത് ഇത് സെയിം നമ്മളിപ്പം ഗൈനക്കിൻ്റെ അടുത്ത് പോയിട്ട് ഇപ്പം ബേബീൻ്റെ സ്കാൻ ചെയ്യൂലേ, പ്രഗ്നൻസി ടൈം അല്ലെങ്കിൽ ഡോപ്ലർ എന്തിനാ നമ്മൾ യൂസ് ചെയ്യുന്ന ജെല്ലാണിത്. എല്ലാ അൾട്രാസൗണ്ടിനും യൂസ് ചെയ്യുന്ന ജെല്ലാണിത്. പക്ഷെ കമ്പനിയെല്ലാം ഡിഫറെൻ്റ് ഉണ്ടാവും. അപ്പം അത് ഭയങ്കര തണുപ്പുള്ളതായിരിക്കും. ഇത് നോക്ക്, ഭയങ്കര ഇതിപ്പോൾ പൊട്ടിച്ചിട്ട് പുതിയതാണ്.
ഭയങ്കര തണുപ്പുള്ളതായിരിക്കും. അപ്പോൾ അത് ചില പേഷ്യൻസിന് ഭയങ്കര ഓൾറെഡി ഇവിടെ എ സിയിൽ തണുപ്പുണ്ട്. അപ്പോൾ ഭയങ്കര തണുപ്പുള്ള പേഷ്യൻസിന് നമ്മൾ യൂസ് ചെയ്യുന്നത് വേറെ ഒരു ഹോട്ട് ജെല്ലാണ്. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് ജെൽ വാമർ, ഹോട്ട് ജെൽ. അതായത് ചില പേഷ്യൻസിന് നമ്മൾ ഇവിടുന്നാണ്, ഇത് നല്ല ചൂടായിരിക്കും, അപ്പോൾ പേഷ്യൻസ് ഓക്കെ ആയിരിക്കും ഇത് വെച്ച് നമ്മൾ സ്കാൻ ചെയ്യും. ഞാൻ പറഞ്ഞ ലീഡ് ഇതാണ്. ഈ ഒരു സാധനം ഇപ്പം ഇത് കഴിഞ്ഞു, എൻ്റെ എല്ലാ പേഷ്യൻസിനും കഴിഞ്ഞു. ഇപ്പം ഈ ഒരു ലീഡ് നമുക്ക് എത്രയാണോന്ന് വെച്ചാൽ നമ്മളിത് സ്റ്റിക്ക് ചെയ്തിട്ടാണ് നമ്മൾ കേബിൾ വെക്കുന്നത്. വെച്ചാൽ ഈ കേബിൾ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിക്ക് ചെയ്യുന്നത്. ഇത് ലീഡ്സ് കണക്ട് ചെയ്തിട്ട് നമ്മൾ സ്റ്റിക്ക് ചെയ്തിട്ട് ECG നമുക്ക് കാണാൻ പറ്റും. ഇത് ഞാൻ ജസ്റ്റ് ഒരു ഇൻഫോർമേഷന് വേണ്ടിയിട്ട് പറഞ്ഞോന്നേ ഉള്ളൂ, അല്ലെങ്കിൽ ഇപ്പം വെറുതെ കാണുന്ന മാതിരി ആവൂല ഇന്നത്തെ വ്ളോഗ്. അപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. അപ്പം ഇപ്പം ടൈം ഇപ്പം 11:30 ആയി. എനിക്കിപ്പം എൻ്റെ ലാസ്റ്റത്തെ പേഷ്യൻ്റ്, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ നേരത്തെ MRSA പേഷ്യൻ്റ് ആയിരുന്നു എൻ്റെ ലാസ്റ്റത്തെ പേഷ്യൻ്റ്, അതിപ്പോൾ കഴിഞ്ഞു. ഇനിയിപ്പോൾ എനിക്ക് റിപ്പോർട്ടൊക്കെ ടൈപ്പ് ചെയ്യണം. റിപ്പോർട്ട് ടൈപ്പ് ചെയ്തിട്ട് ഡോക്ടർ റിവ്യൂ ചെയ്യാനുണ്ട്. അതിന് ശേഷം ഞങ്ങൾക്ക് ലഞ്ച് ടൈമായി, ലഞ്ച് കഴിക്കണം. ഫുഡ് കഴിക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അതിന് ശേഷം എൻ്റെത് നെക്സ്റ്റ് വേറെ ബിൽഡിങ്ങിലാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം എനിക്ക് അത് സെയിം ഇൻ പേഷ്യൻ്റൊക്കെയാണ് ചെയ്യുന്നത് അത്. അപ്പം ഞാൻ ബാക്കി ഉച്ചയ്ക്ക് ശേഷം എടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത് ചപ്പാത്തി ആൻഡ് ഗ്രീൻ പീസ് കറി. അപ്പോൾ ലഞ്ച് കഴിച്ചിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. ഓക്കെ. അപ്പം ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇപ്പം നേരെ പോകുന്നത് അടുത്ത പോസ്റ്റിംഗ് ഏരിയയിലേക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ എനിക്ക് ഉച്ചയ്ക്ക് ശേഷം വേറെയാണ് പോസ്റ്റിംഗ് സെൻറ്ററിലേക്ക് പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്കിപ്പോൾ ഇവിടുത്തെ ജോബ് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ പോകുന്നത് അടുത്ത ബിൽഡിങ്ങിലേക്കാണ്. ഇവിടുത്തെ ഒരു ലിങ്ക് ബ്രിഡ്ജ് ഉണ്ട്, അത് കടന്നിട്ടാണ് നമ്മൾ അടുത്ത ബിൽഡിങ്ങിലോട്ട് പോകുന്നത്. സോ ഞാൻ പറഞ്ഞ ലിങ്ക് ബ്രിഡ്ജ് ഇതാണ്. ഞാൻ രാവിലെ വരുന്ന സമയത്ത് കാണിച്ചു തന്ന ബിൽഡിംഗ് ആണ്. ഇവിടെയാണ് ഇന്ന് എനിക്ക് വർക്ക് ഉണ്ടായത്. ഇനിയിപ്പോൾ ഞാൻ ഇങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പോൾ ഇനി ഉച്ചയ്ക്ക് ശേഷം എൻ്റെ പണി ഇവിടെ ആയിരിക്കും. അപ്പോൾ ഇങ്ങോട്ടേക്കാണ് ഇപ്പോൾ പോകുന്നത്. ലേറ്റായി. എനിക്ക് ഇവിടെ എക്സ്ട്രാ ഒരു പേഷ്യൻറ്റിനെ കൂടി എടുക്കേണ്ടി വന്നു, അതുകൊണ്ടാണ് ലേറ്റായത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം 2 പേഷ്യൻ്റ് എടുത്താൽ മതി. ഇവിടെ ചെറിയൊരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ബാക്കിയുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഇനി 2 പേഷ്യൻസിനെ മാത്രം എടുത്താൽ മതി, അല്ലെങ്കിൽ 3 എടുക്കണം. ഇവിടെ ഞാനൊന്ന് എടുത്തു, പക്ഷെ അത് രാവിലത്തെ സെയിം പേഷ്യൻ്റാണ്. സോ ഇനി ഈവനിങ് അല്ലെങ്കിൽ ഇൻ കേസ് നടുവിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനത് റെക്കോർഡ് ചെയ്യാം. അല്ലാത്ത പക്ഷം നോക്കാം എങ്ങനെയാണ്. ഞാൻ കുറച്ച് മീനിനെ കാണിച്ചു തരട്ടെ. കുറേ മീനുണ്ട്, ചെറിയ സൈസ് മുതൽ വലിയ സൈസ് വരെ ഉണ്ട്. ഗൈസ്, ഇതെൻ്റെ ലെവൽ 3-ലെ എൻ്റെ ഒരു വർക്കിംഗ് സ്പേസ് ആണ്. ഇന്ന് ഇവിടെ അല്ല പോസ്റ്റിംഗ്. ഇന്ന് ഇപ്പം എനിക്ക് ലെവൽ 8-ലാണ്. ഇപ്പം അങ്ങോട്ടേക്കാണ് പോകുന്നത്. അല്ലെങ്കിൽ ഇവിടെയും പോസ്റ്റിംഗ് ഉണ്ടാവാറുണ്ട്. ഇപ്പം എൻ്റെ വർക്ക് ഇവിടെയാണ് കേട്ടോ. അങ്ങനെ ഒരു ഐ ജ്യൂസൊക്കെ കുടിച്ച് പിന്നെ കുറച്ച് തിരക്കുണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞു. പിന്നെ അധികം ഞാൻ റെക്കോർഡ് ചെയ്യാൻ നിന്നിട്ടില്ല, അപ്പോഴത്തേക്കും പോകാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പോകാൻ വേണ്ടിയിട്ട് എല്ലാം പാക്ക് ചെയ്യുകയാണ്. എന്നിട്ട് ഇവിടുന്ന് നേരെ ഇറങ്ങും. ഞാൻ എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങി. ഇപ്പോൾ ഇവിടെ 5:30 ആയി. ഇന്ന് ഞങ്ങൾ ചിലപ്പോൾ ലിറ്റിൽ ഇന്ത്യ പോവും. ലിറ്റിൽ ഇന്ത്യ പോകുന്നത് നമ്മൾക്ക് കാസർഗോഡ് പോകുന്ന പോലെ തന്നെ. ഞാൻ ഉദ്ദേശിച്ചത് നമുക്കതൊരു വലിയ കാര്യമായിട്ടുള്ള കാര്യമല്ല. ലിറ്റിൽ ഇന്ത്യ പോകുന്നത് എന്ന് പറയുന്നത് കുറച്ച് അടുത്ത് പോകുന്ന, പിന്നെ നമുക്ക് എന്താ പറയുന്നത്, ഇപ്പം എന്തെങ്കിലും ഫുഡ് കഴിക്കണമെങ്കിലോ, നമുക്ക് മലയാളി മീൻസ് നമ്മുടെ കേരള ഫുഡ് കഴിക്കണമെങ്കിലോ അതെല്ലാം നമുക്ക് ഏറ്റവും കൂടുതൽ ഫെയർ ആയിട്ട് കിട്ടുന്നത് ലിറ്റിൽ ഇന്ത്യയിലാണ്. പിന്നെ നമ്മൾ മുസ്തഫ ഉണ്ട് അവിടെ. അപ്പം അങ്ങനെയെല്ലാം എന്തെങ്കിലും വാങ്ങാനുണ്ടെങ്കിലും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ അങ്ങോട്ടേക്ക് പോവാം.
എൻ്റെ ബസ് ഇതാ അവിടെയുണ്ട്. ഈ ബസ്സിലാണ് ഗൈസ് നമുക്കിപ്പോൾ പോകേണ്ടത്. പിന്നെ ഞാൻ ബസ്സൊക്കെ കയറി നേരെ വീട്ടിൽ പോവാന്ന് കേട്ടോ. കാരണം നമുക്കിനി ലിറ്റിൽ ഇന്ത്യയിൽ കൂടി പോകാനുണ്ട്. അങ്ങനെ ഞാൻ വീട്ടിലെത്തി കുളിച്ച് ഫ്രഷായി റെഡി ആവുകയെന്ന് കേട്ടോ ലിറ്റിൽ ഇന്ത്യ പോകാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്കും ഏകദേശം ടൈം ആയിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ എത്തുമ്പോൾ തന്നെ ഏകദേശം 6:30 ആവും. അപ്പോൾ അതിന് ശേഷം ഒന്ന് റെഡിയൊക്കെ ആയിട്ട് നമ്മൾ ഇവിടുന്ന് നേരെ മെട്രോയിൽ ഇവിടുന്ന് നേരെ LRTയിൽ നമ്മൾ പുങ്കോളിൽ പോകുമ്പോൾ എന്നിട്ട് അവിടെ നിന്ന് മെട്രോ എടുത്തിട്ടാണ് നമ്മൾ ലിറ്റിൽ ഇന്ത്യയിലേക്ക് പോകുന്നത്. അങ്ങനെ നമ്മൾ ലിറ്റിൽ ഇന്ത്യയിലെത്തി കേട്ടോ. നമ്മൾ മുടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. ശ്രീക്ക് മുടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ലിറ്റിൽ ഇന്ത്യയിലേക്ക് വന്നത്. അപ്പോൾ ഇവിടുന്ന് കൂടുതൽ ഇന്ത്യൻ ഷോപ്പ് ഉള്ളതുകൊണ്ട് തന്നെ പ്രിഫർ ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ഇവിടുന്ന് മുടിയെടുക്കാനാണ്. ബോയ്സിന് നല്ലത് ഇടുന്നതായിരിക്കും. അപ്പം മീൻസ് അവരെപ്പോൾ ഇവിടെ വന്നിട്ടാണ് മുടിയെടുക്കാൽ. പിന്നെ അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നെ നമ്മളിങ്ങനെ നടക്കുമ്പോൾ ഇവിടെ വലിയ പൂജയായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. അപ്പം ഭയങ്കര തിരക്കുണ്ടായിരുന്നു അവിടെ അമ്പലത്തിൽ. അപ്പോൾ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അലങ്കാറിലേക്കാണ് വന്നത്. എന്നിട്ട് നമ്മൾ ആദ്യം ഒരു ചിക്കൻ കട്ട്ലേറ്റ് ഓർഡർ ചെയ്തു. പഴംപൊരി ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ ചിക്കൻ കട്ട്ലേറ്റ് ഓർഡർ ചെയ്തത്. പിന്നെ നമ്മൾ 2 പൊറോട്ടയും പിന്നെ ചിക്കൻ കറിയായിരുന്നു, തേങ്ങാപ്പാൽ കൂട്ടിയ ചിക്കൻ കറിയായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു ലൈം ജ്യൂസും, ഞാൻ ലൈം ജ്യൂസും ശ്രീ ഒരു കാപ്പിയായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവിടുന്ന് നമ്മൾ പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അപ്പോഴത്തേക്ക് സമയം നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിൽ പോവാന്ന്. പിന്നെ കൂടുതൽ അങ്ങനെ ഷോർട്സ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല. കാരണം നമ്മൾ ഇവിടുന്ന് നേരെ മെട്രോ കയറിയിട്ട് നേരെ പോകുന്നു, അത്ര തന്നെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതാണ് എൻ്റെ ഒരു ഫ്രൈഡേ വീക്കെൻഡ് വ്ളോഗ്. ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് ഷൂട്ട് ചെയ്തതെന്നേ ഉള്ളൂ. വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞ് എടുത്തതല്ല. മോർണിംഗ് വെറുതെ ഒന്ന് ക്യാപ്ചർ ചെയ്തു, പിന്നെ അത് അങ്ങോട്ടേക്ക് അങ്ങനെ പോയി. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ.